ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു. കുംഭരാശിയിൽ സൂര്യന് രാഹുവുമായിട്ട് യോഗം, സൂര്യഗ്രഹണം 17 വരുന്നുണ്ട് ഫെബ്രുവരി. അപ്പോൾ സൂര്യൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റവും സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗവും സൂര്യഗ്രഹണവും എങ്ങനെയായിരിക്കും ഓരോ കൂറുകാർക്കും ഗുണദോഷങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 ഫെബ്രുവരി 13 സൂര്യൻ കുംഭരാശിയിലേക്ക് മാറുന്നത്. അതായത് കുംഭരാശി എന്ന് പറയുമ്പോൾ കാലപുരുഷൻ്റെ 11ാം ഭാവരാശിയാണ്. ആ 11ലേക്കാണ് സൂര്യൻ വരുന്നത്. കുംഭരാശിയിൽ ഇപ്പോൾ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്, ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, ശുക്രനും കുംഭരാശിയിൽ സ്ഥിതിയുണ്ട്. അപ്പോൾ 17 ആവുമ്പോൾ സൂര്യഗ്രഹണം വരുന്നുണ്ട്, സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗം വരുന്നു. അപ്പം സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗം എന്ന് പറയുമ്പോൾ അതത്ര മംഗളകരമായിട്ടുള്ള ഒരു യോഗമല്ല. അപ്പോൾ മാത്രമല്ല സൂര്യനും രാഹുവും ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ എല്ലാ തലങ്ങളിലും ഒരു ജാഗ്രത വേണ്ടുന്ന സമയമായിട്ടാണ് കാണുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവികാസങ്ങൾ, അധികാരത്തിലും നമ്മുടെ റിലേഷൻഷിപ്പിലും ഒക്കെ സുഖകരമല്ലാത്ത അവസ്ഥകൾ, പൊതുവെ ഒരു ഇല്യൂഷൻ, ഭയം ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെയായിരിക്കും ഈ സൂര്യൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റവും സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗവും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ കുംഭരാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് എങ്ങനെയായിരിക്കും ഈ സൂര്യൻ്റെ രാശിമാറ്റം സ്വാധീനം ചെലുത്തുന്നതെന്നുള്ളതാണ്. ഇപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ 5ാം ഭാവാധിപനാണ്, ത്രികോണ ഭാവാധിപനാണ്, ശുഭനാണ്. അങ്ങനെയുള്ള സൂര്യൻ ഫെബ്രുവരി 13 11ലേക്ക് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ ആ സൂര്യൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് 11 ഉണ്ടാകും. അതേസമയം 11 രാഹു ഉണ്ട്, 11 ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗം 11ാം ഭാവരാശിയിൽ വരുന്നു. നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് രാഹു സൂര്യ യോഗവും അതുപോലെ സൂര്യഗ്രഹണവും വരുന്നത്. ഇപ്പം 11ലേക്കുള്ള സൂര്യൻ്റെ രാശിമാറ്റം ഭാവപരമായിട്ട് നോക്കുമ്പോൾ 11ലേക്കുള്ള രാശിമാറ്റം നല്ലതാണ്. അവിടെ ബുധനുമായിട്ട് സൂര്യന് യോഗം വരുന്നുണ്ട്, ബുധാദിത്യ യോഗമൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷേ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗം അത്രത്തോളം നല്ലതല്ല. പൊതുവെ നമുക്ക് ധനപരമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് 11 4 ഗ്രഹങ്ങളുടെ അവസ്ഥ വരികയാണ്. ഇപ്പോൾ വരുമാനം, ലാഭം, മറ്റു നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഓഹരി വിപണി, സ്പെക്കുലേറ്റീവ് ബിസിനസ്, ഇവയിലൊക്കെ നമുക്ക് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പുത്തൻ സംരംഭങ്ങളൊക്കെ ലാഭകരമാക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാവും. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ നമ്മുടെ സോഷ്യൽ സർക്കിള്, ഇവയിൽ നിന്നൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് വർക്ക്, 5ാം ഭാവാധിപനാണ് സൂര്യൻ, ക്രിയേറ്റീവ് വർക്ക്, കലാപ്രവർത്തനങ്ങൾ, ഇവകളിലൊക്കെ തന്നെ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അവർക്കും നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് സൂര്യൻ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഗുണാനുഭവം പറയാം. അതുപോലെ തന്നെ സർക്കാർ വഴി ചില സാമ്പത്തിക നേട്ടങ്ങളുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ചില അംഗീകാരങ്ങൾ, ആദരവ്, ഇവയൊക്കെ നമുക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. പൊതുവെ നമുക്ക് പല തലങ്ങളിലും നമുക്ക് ചില മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതേസമയം ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം രാഹുവിന് സൂര്യനുമായിട്ടുള്ള യോഗം വരുമ്പോൾ
സൂര്യഗ്രഹണമൊക്കെ ആ 17-നൊക്കെ വരുമ്പോൾ ആ ഗ്രഹണ വാരമൊക്കെ നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ചില വിഷയങ്ങളിൽ സഡനായിട്ടുള്ള ആശയക്കുഴപ്പം ഇവർക്കുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ സംശയം, അതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ചില പൊരുത്തക്കേട് ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം, അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ പിതാവുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഗ്രഹണവാരത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ 5-ാം ഭാവാധിപനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഈ നമ്മുടെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ, തർക്കങ്ങൾ അല്ലെങ്കിൽ പ്രണയഭംഗം ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പോൾ വിള്ളലുണ്ടാകാം, അവിടെ ശ്രദ്ധിക്കണം. ബന്ധത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉടലെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ചിലപ്പോൾ ഈ ഗ്രഹണവാരത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം 11-ലാണ് രാഹുവും അതുപോലെ സൂര്യനും യോഗം വന്ന് സൂര്യഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും നമുക്ക് നമ്മുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ചെറിയ സംശയങ്ങൾ വരാം. അതുപോലെ നമ്മൾ വലിയ തലത്തിലുള്ള ഡീലുകളിലൊക്കെ ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് സൂര്യൻ ആ 11-ല് ഗ്രഹണാവസ്ഥയിൽ വരികയാണ്, അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ജോയിൻ്റ് സംരംഭങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുത്തു പോകണം. ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ നമ്മുടെ സൗഹൃദങ്ങളിൽ, സാമൂഹ്യ ബന്ധങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ ഈ സമയത്ത് പ്രത്യേകിച്ച് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഈ രാഹുവും സൂര്യനും യോഗം ചെയ്യുന്ന സമയത്ത്, സൂര്യഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ഗ്രഹണ വാരത്തിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരു 17 മുതൽ 26 വരെയൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. പൊതുവേ നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ ക്ലാഷസ് ഇവയ്ക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ നമ്മുടെ വൈകാരികമായിട്ട് ഉള്ള ഒരു ബാലൻസ് നിലനിർത്തി പോകുന്നവർക്ക് പൊതുവേ നമുക്ക് പ്രശ്നങ്ങളൊക്കെ നിയന്ത്രിക്കാനാകും. അവിടെ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയവും കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ വന്നാലും അത് മാനേജ് ചെയ്യാൻ ആ 11-ല് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ഈ സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ 4-ാം ഭാവാധിപനാണ്, കേന്ദ്രഭാവാധിപനാണ്, ശുഭത്വമുള്ള ഒരു ഗ്രഹമാണ്. ആ സൂര്യൻ ഫെബ്രുവരി 13-ന് 10-ലേക്ക് കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 14 വരെ ആ സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉണ്ടാകും. കർമ്മസ്ഥാനത്ത് മറ്റു 3 ഗ്രഹങ്ങൾ, അതായത് രാഹു നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു, അതുപോലെ ശുക്രനും ആ കർമ്മസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അതായത് ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആ കർമ്മസ്ഥാനത്തുള്ള സമയവും കൂടെയാണ്. അതുപോലെ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ഇപ്പോൾ 11 നിൽക്കുന്ന സമയമാണ്. ഇപ്പം പൊതുവെ നമുക്ക് ഈ ആ ശനി സ്വന്തം നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുന്നു, ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പക്ഷെ 10-ല് സൂര്യൻ വരുന്നത് പൊതുവെ നമുക്ക് 10-ലെ സൂര്യന് ദിഗ്ബലമുണ്ട്. പക്ഷേ സൂര്യന് അപ്പോൾ അത് ഗുണം ചെയ്യാവുന്നതാണ്. 10-ലേക്ക് ആ സൂര്യൻ വരുന്നത് കുറച്ച് സമയത്തേക്ക്, പ്രത്യേകിച്ച് ഗ്രഹണ വാരമൊക്കെ വരുമ്പോൾ ഒരു കെയർ കൊടുക്കണം. 10-ലെ സൂര്യന് ദിഗ്ബലമുള്ള സമയമാണ്. അതേസമയം 10-ല് ആ സൂര്യന് രാഹുവുമായിട്ടൊക്കെയുള്ള യോഗം വരുമ്പോൾ, അതായത് സൂര്യഗ്രഹണമൊക്കെ വരുന്ന, പ്രത്യേകിച്ച് 17-ന് സൂര്യഗ്രഹണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ കെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ട് ചില മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം എന്ന് തന്നെ പറയാം. തൊഴിലിലൊക്കെ, തൊഴിൽ അന്വേഷകർക്കൊക്കെ തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കാരണം അവിടെ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സാന്നിധ്യം ആ 10-ല് ഉണ്ട്. അപ്പോൾ തൊഴിലൊക്കെ നമുക്ക് സൂര്യൻ്റെയൊക്കെ സ്ഥിതി കർമ്മസ്ഥാനത്തൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അധികാരതലത്തിലൊക്കെ ഒരു ഉയർച്ചയും സ്ഥാനക്കയറ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്.
സർക്കാർ ജോലിക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതേസമയം ഈ രാഹു സൂര്യനുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നു, അല്ലെങ്കിൽ സൂര്യഗ്രഹണമൊക്കെ ആ 10ാം ഭാവരാശിയിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് നമ്മളല്പം ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. അതായത് ചിലപ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷനിൽ എന്തെങ്കിലുമൊക്കെ ദോഷം വരാവുന്ന സമയമാണ് ഈ സമയം. പ്രത്യേകിച്ച് 17 ആ ഗ്രഹണവാരമൊക്കെ നമുക്ക് നമ്മുടെ റെപ്യൂട്ടേഷനിൽ വളരെ നമ്മുടെ പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് നമ്മുടെ റെപ്യൂട്ടേഷനിൽ എന്തെങ്കിലും ദോഷം ഉണ്ടാകാതെ നമ്മൾ നോക്കണം. അതുപോലെ നമ്മൾ തൊഴിലിടത്ത് എന്ത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതീവ ജാഗ്രത വേണം. പ്രത്യേകിച്ച് സൂര്യന് അവിടെ മങ്ങൽ വരികയാണ്, അവിടെ രാഹുവിൻ്റെ എനർജി കൂടുന്ന സമയവും കൂടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കെയർ വേണം. അപ്പോൾ പൊതുവെ നമുക്ക് വർക്ക് പ്ലേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച വരാം എന്നുള്ളത് കൊണ്ട് വളരെ ആലോചിച്ച് നമ്മൾ തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് തൊഴിലിടത്ത് ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ തലത്തിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് ഉള്ള ബന്ധം ചിലപ്പോൾ സ്മൂത്ത് ആകണമെന്നില്ല ഈ ഗ്രഹണവാര സമയത്ത്, അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ നമ്മൾ ഒരു കെയർ വേണം. അഗ്രസീവ് എനർജി കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തൊഴിലിടത്തൊക്കെ ഈ സമരങ്ങൾ അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധങ്ങൾ ഒക്കെ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പുതിയ ഡീലുകളിൽ അഥവാ പുതിയ കരാറുകളിൽ നമ്മൾ ഒപ്പിടുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമ്മൾ 4ാം ഭാവാധിപനാണ് ഗ്രഹണം വരുന്നത്. നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഫാമിലി പ്രോപ്പർട്ടിയുമായിട്ടുള്ള അതിൻ്റെ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇടപാടുകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. രേഖകളെല്ലാം വളരെ വ്യക്തമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പൊതുവെ നമ്മൾ ഏർപ്പെടുന്ന ഏത് തൊഴിലിലും ഈ രാഹു സൂര്യ യോഗം മനസ്സംഘർഷം ഉണ്ടാക്കാവുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി ഉള്ളൊരു മുന്നോട്ടുള്ളൊരു പോക്ക് വേണം നമുക്ക് ഈ തൊഴിലിടത്ത് ഉണ്ടാകേണ്ടത്. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പിതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒരു ശ്രദ്ധ വേണം. ഭിന്ന അഭിപ്രായങ്ങളുണ്ടാകാം, ചിലപ്പോൾ വാഗ്വാദങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ അവ കഴിവതും ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ രാഹു സൂര്യനുമായിട്ടുള്ള ആ ബന്ധം വരുന്ന സമയത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ ഫാമിലി തലത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാം, അവിടെ നമുക്ക് ഒരു കെയർ വേണം. 4ാം ഭാവാധിപനാണ് ഗ്രഹണാവസ്ഥയിൽ വരുന്നത്. അതുപോലെ പ്രത്യേകിച്ച് ഈ 10ഉം 4ഉം ഭാവരാശികളിൽ രാഹുകേതുക്കളുടെ സ്ഥിതി ഉള്ള സമയവും കൂടിയാണ്. അപ്പോൾ ഫാമിലി റിലേഷൻഷിപ്പിലും പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. കഴിവതും നമുക്ക് ഈ റിസ്ക്കുള്ള സംരംഭങ്ങളിൽ പണം മുടക്കാൻ ഈ സമയത്ത് ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ വളരെ ക്ഷമയും ഉത്തരവാദിത്വ ബോധവും പക്വതയും ജാഗ്രതയും ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം 4ാം ഭാവാധിപൻ സൂര്യൻ, അതുപോലെ സൂര്യനും അതുപോലെ ബുധനും ശുക്രനും ഒക്കെ തന്നെ 4ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം കുടുംബ പാരമ്പര്യങ്ങളിലും കുടുംബ മതവിശ്വാസങ്ങളിലുമൊക്കെ ഒരു താല്പര്യം ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഈ സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മിഥുനക്കൂറുകാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും സൂര്യൻ 3ാം ഭാവാധിപനാണ്. അപ്പം 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി 13 അവരുടെ 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ആ മാർച്ച് 14 വരെ ആ സൂര്യൻ 9ാം ഭാവരാശിയിൽ ഉണ്ടാകും. അതേസമയം 9ലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത്. 9ൽ ബുധനുണ്ട്, 9ൽ ശുക്രനും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സൂര്യനും രാഹുവുമായിട്ടുള്ള ആ യോഗം വരുന്നത് ഭാഗ്യസ്ഥാനത്താണ്. സൂര്യഗ്രഹണം വരുന്നത് ഭാഗ്യസ്ഥാനത്താണ് എന്നും കൂടെ മനസ്സിലാക്കാം. 9ലേക്ക് ഉള്ള സൂര്യൻ്റെ രാശിമാറ്റം സ്വാഭാവികമായിട്ടും ചില ഭാഗ്യസ്ഥാനത്തേക്കാണ് ആ 3ാം ഭാവാധിപൻ വരുന്നത്. അത് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് നല്ലതാണ്. ഇപ്പോൾ നമുക്ക് ദൂരയാത്രകൾ,
അതുപോലെ മൂന്നാം ഭാവാധിപൻ 9 വരുന്നു. സഹോദരങ്ങൾക്ക് ഒക്കെ ചില ഭാഗ്യാനുഭവങ്ങൾ. അതുപോലെ മീഡിയ, മാർക്കറ്റിംഗ്, റൈറ്റിംഗ്, പബ്ലിഷിംഗ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇത്യാദി മേഖലകളിൽ, അതുപോലെ തന്നെ നമുക്ക് ഈ ഹയർ എഡ്യൂക്കേഷൻ തലത്തിൽ, ആത്മീയ തലത്തിൽ, ധർമ്മപ്രവർത്തനങ്ങളിൽ, ഇവകളിലൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില റിസൾട്ട്സ് ഈ സമയത്തുണ്ടാകാം. എന്നാൽ സൂര്യന് രാഹുവുമായിട്ടുള്ള യോഗം 9 വരുന്നു എന്നുള്ളത് കൊണ്ട് ഈ മേഖലകളിലൊക്കെ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥകൾ വരാം. അതുകൊണ്ട് ചില ഏരിയകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. പൊതുവെ നമുക്ക് ചില നേട്ടങ്ങളും ഉണ്ടാകാം, ചില ദോഷങ്ങളും വരാൻ സാധ്യതയുണ്ട് ഈ സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗം ഭാഗ്യസ്ഥാനത്ത് വരിക വഴി. അപ്പോൾ പൊതുവെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷനിൽ ചില നേട്ടങ്ങൾ വരുമെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ അതീവ ജാഗ്രത വേണ്ടുന്ന സമയമാണ്. നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാം, പക്ഷേ ആ കമ്മ്യൂണിക്കേഷനിൽ ഒരു കരുതൽ, ഒരു ജാഗ്രത വേണം. അതായത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആകാതെ വന്നാൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമ്മളെ മുന്നിൽ കാണണം. അത് എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളിലേക്കോ സംഘർഷത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് മൂന്നാം ഭാവാധിപനാണ് ഒരു അഫ്ലിക്ഷനായിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചാറ്റ് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഒരു ജാഗ്രത വേണം. അതുപോലെ സുഹൃത്തുക്കൾ, അതുപോലെ നമ്മുടെ അയൽവക്കക്കാർ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ തന്നെ ഒരു കരുതൽ വേണം. പ്രത്യേകിച്ച് അതൊക്കെ അതുപോലെ ബുധനും ശുക്രനും സൂര്യനും ഒക്കെ 3-ലുണ്ട്. അതൊക്കെ നമുക്ക് ആ 3-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വർക്കിലൊക്കെ നമ്മൾ ആക്റ്റീവ് ആകും. കോമ്പറ്റീറ്റീവ് തലത്തിലൊക്കെ നമ്മൾ ശോഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അഗ്രസീവായിട്ടുള്ള എനർജി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അതുപോലെ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കെയർ കൊടുത്തു പോകണം. അതുപോലെ തന്നെ സഹോദരൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധിക്കണം. മൂന്നാം ഭാവാധിപന് അവിടെ ഗ്രഹണം വരികയാണ്. ഇപ്പോൾ സഹോദരൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ, സഹോദരന് ദൂരയാത്രകളിലൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ സഡൻ ഉണ്ടായെന്ന് വരാം ഗ്രഹണ സമയത്ത്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ദൂരയാത്രകൾ, അതുപോലെ തന്നെ ഹ്രസ്വയാത്രകൾ, ഇവയൊക്കെ പ്ലാൻ ചെയ്തവർക്ക് അതിലെന്തെങ്കിലുമൊക്കെ തടസ്സമോ അല്ലെങ്കിൽ അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമോ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരുന്നതായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പം കഴിവതും നമ്മൾ ഈ ഗ്രഹണ സമയത്ത് യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് 9-ലാണ് ആ ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് ഗുരുക്കന്മാർ, സീനിയർ അധ്യാപകർ, നമ്മുടെ മെൻറ്റേഴ്സ്, അതുപോലെ പിതാവ്, ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. കഴിവതും അവരുമായിട്ടുള്ള ഇൻ്ററാക്ഷനിൽ അഗ്രസീവായിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ടാകാതെ നോക്കണം. പ്രഭാഷകർ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ്, ഇവരൊക്കെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പൊതുവെ രാഹു സൂര്യ യോഗം ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാഗ്യ തടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. ആത്മീയ കാര്യങ്ങളിലും ചിലപ്പോൾ നമ്മുടെ ധ്യാനത്തിലുമൊക്കെ തന്നെ, അല്ലെങ്കിൽ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ആലസ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതിലൊക്കെ നമ്മൾ അത് മാറ്റി അവയിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പോവുക. അങ്ങനെ നമ്മൾ ഈ ധ്യാനത്തിലും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ചിന്ത കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാനസിക സംഘർഷമൊക്കെ കുറയ്ക്കുന്നതിന് സഹായകമാണ്. മനസ്സിന് ഒരു മെൻ്റൽ പ്യൂരിറ്റിക്കും, നല്ല ചിന്തകൾക്കും, നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനുമൊക്കെ, അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതിനൊക്കെ തന്നെ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് ഈ ദോഷാനുഭവങ്ങളൊക്കെ മാറിക്കിട്ടും എന്ന് തന്നെ പറയാം. മാത്രമല്ല 9-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗ്രഹണരാശിയിൽ ഗ്രഹണം നടക്കുന്നു എങ്കിൽ തന്നെയും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് പോകുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും. ഇനി നമുക്ക് കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നതും അതുപോലെ സൂര്യഗ്രഹണം കുംഭരാശിയിൽ വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടക കൂറുകാരെന്ന് പറയുമ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെയാണ്. അപ്പോൾ ഈ കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ 2-ാം ഭാവാധിപനാണ്, ധനഭാവാധിപനാണ്. ആ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ
ഫെബ്രുവരി 13 അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത്. അതായത് കുംഭരാശി എന്ന് പറയുമ്പോൾ ഈ കുറുകാരുടെ അഷ്ടമരാശിയാണ്. അഷ്ടമരാശിയിലേക്ക് മാറുന്നു. മാർച്ച് 14 വരെ ഈ സൂര്യൻ അഷ്ടമരാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമരാശിയിൽ ഇപ്പോൾ രാഹുണ്ട്, അഷ്ടമരാശിയിൽ ബുധനുണ്ട്, അഷ്ടമരാശിയിൽ ശുക്രനും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗം 8-ലാണ് വരുന്നത്, അഷ്ടമരാശിയിലാണ് വരുന്നത്. അവിടെയാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ പൊതുവെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ് ഈ സമയത്ത് വരാം. അത് ചിലത് ഗുണമാകാം, ചിലത് ദോഷം ചെയ്യുന്നതിനും സാധ്യതയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ പൊതുവേ നമുക്ക് ഇപ്പോൾ ഗുണപരമായ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഇപ്പോൾ നമ്മളെ ഗവേഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്കോളേഴ്സിന്, നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, കാരണം അവിടെ ബുധനൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഹെൽത്ത് വർക്കേഴ്സിന്, അവർക്കൊക്കെ 8-ലൊക്കെ ബുധൻ്റെ സ്ഥിതിയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അവർക്ക് അവരുടെ വിഷയങ്ങളിലൊക്കെ ഡീപ്പായിട്ടുള്ള നോളജൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം സർക്കാർ സർവീസിലുള്ളവർക്ക് സർക്കാരുമായിട്ടുള്ള ബന്ധം അത്രത്തോളം സുഖകരമാകണമെന്നില്ല. പൊതുവെ വർക്ക് പ്രഷറൊക്കെ കൂടും. അതുപോലെ ഈ ഫയലുകളിലൊക്കെ തീരുമാനമെടുക്കുന്ന പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. രാഹുസൂര്യ യോഗം എന്ന് പറയുന്നത് ഒരു പരീക്ഷണ സമയമായിട്ട് നമ്മൾ കാണണം. അല്പക്ഷമ, വിനയം, അച്ചടക്കം ഒക്കെ പാലിച്ച് പോകേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 2-ാം ഭാവാധിപനാണ് ആ ഗ്രഹണത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ചിലപ്പോൾ സൂര്യൻ അവിടെ 2-ാം ഭാവാധിപൻ എന്നുള്ള രീതിക്ക് സൂര്യന് മാരകത്വമുണ്ട്. അപ്പോൾ മാരകത്വമുള്ള ഒരു ഗ്രഹമാണ് അഷ്ടമത്തിൽ വരുന്നത്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കണം. അത് ധനഭാവാധിപൻ എന്നുള്ള സ്ഥിതിക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ കുടുംബത്തിൻ്റെയും കൂടെ ഒരു ഗ്രഹമാണ്. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗം അല്ലെങ്കിൽ 17-നൊക്കെ സൂര്യഗ്രഹണമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് അഷ്ടമത്തിലാണ് സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നഷ്ടങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങളും ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അവിടെ നമ്മൾ അത് മനസ്സിലാക്കുക. അതുപോലെ ഈ ജോയിൻ്റ് ആയിട്ടുള്ള ഈ ഇടപാടുകളിൽ, ജോയിൻ്റ് സംരംഭങ്ങളിൽ, ജോയിൻ്റ് അസറ്റുകളിൽ ഒക്കെ തന്നെ, കാരണം അഷ്ടമത്തിൽ ആ രാഹുവിൻ്റെയും സൂര്യൻ്റെയൊക്കെ യോഗം വരുമ്പോൾ നമ്മുടെ ജോയിൻ്റ് അസറ്റുകളിൽ, ജോയിൻ്റ് സംരംഭങ്ങളിൽ ഒക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ധനസ്ഥിതിയിൽ സഡനായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സൂര്യൻ 2-ാം ഭാവാധിപനാണ്, ധനഭാവാധിപനാണ്. ആ ധനഭാവാധിപനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് ധനപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 2-ാം ഭാവാധിപൻ എന്ന നിലയ്ക്ക് സൂര്യന് അല്പം മാരകത്വമുണ്ട്. അത് 8-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. പൊതുവേ നമുക്ക് ഒരു ധൈര്യം, വീര്യം ഒക്കെ കുറയുന്നതിന് അത് വഴിതെളിക്കാം. മാനസികമായിട്ട് ഒരു സംഘർഷം ഈ സമയത്തുണ്ടാകാം. ശരീരസുഖമൊക്കെ കുറയാം. പ്രത്യേകിച്ച് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ ഗ്രഹണം അഷ്ടമരാശിയിൽ വരിക വഴി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ യാത്രകളിൽ, ഡ്രൈവിങ്ങിൽ ഒക്കെ തന്നെ ശ്രദ്ധ വേണം. കഴിവതും ദൂരയാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വൈകാരികമായിട്ട് ഒരു അസന്തുലിതാവസ്ഥ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു തോന്നൽ, കുടുംബത്തിൽ ഒരു സമാധാനക്കുറവ്, ഇവയ്ക്കൊക്കെ ഈ ഗ്രഹണവാരം ചിലപ്പോൾ സാക്ഷ്യം വഹിച്ചു എന്ന് വരാം. അതുകൊണ്ട് അവയിലൊക്കെ നമ്മളൊരു കെയർ കൊടുത്ത് പോകണം. പ്രത്യേകിച്ച് 2-ാം ഭാവാധിപന് അഫ്ലിക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഗ്രഹണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കണം. പ്രകോപനപരമായിട്ടുള്ള ഇൻ്ററാക്ഷൻ കഴിവതും ഒഴിവാക്കുക. സാമ്പത്തികമായിട്ട് കരുതൽ വേണം. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ധനനഷ്ടം വരാം. ചിലപ്പോൾ ധനച്ചെലവ് ഈ സമയത്ത് അധികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനവിഷയത്തിൽ വളരെ കെയർ വേണ്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ 2-ാം ഭാവത്തിൻ്റെ 2-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 7-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് പാർട്ട്ണർഷിപ്പിലായാലും ബിസിനസ് പാർട്ട്ണർഷിപ്പിലായാലും
പാർട്ട്നേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധിക്കണം. അത് അവരുടെ റിലേഷൻഷിപ്പ് ഇവയിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. കഴിവതും ഈഗോ ഇഷ്യൂസ് ഒഴിവാക്കി പോകേണ്ടുന്ന സമയമാണ്. പുത്തൻ കരാറുകളിലൊക്കെ ചേരുമ്പോൾ നമ്മൾ ആ കരാറിൻ്റെ വ്യവസ്ഥകളൊക്കെ ഭംഗിയായിട്ട് വായിച്ചിരിക്കണം. എന്തെങ്കിലും ചതി വഞ്ചന ഇവയിലൊക്കെ പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. അതേസമയം ചില മേഖലകളിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞു. പൊതുവെ അഷ്ടമരാശിയിൽ ഈ സൂര്യൻ്റെയും രാഹുവിൻ്റെയൊക്കെ യോഗവും സൂര്യഗ്രഹണമൊക്കെ വരുമ്പോൾ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ആരോഗ്യപരമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഇവയിലൊക്കെ നമുക്ക് കൂടുതൽ അവബോധം ഉണ്ടാകണം. അതുപോലെ തന്നെ എട്ടി നിൽക്കുന്ന ആ സൂര്യനും ബുധനും ശുക്രനും ഒക്കെ തന്നെ 2-ൽ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.